ഇന്ന് പൊതുവെ കേരളത്തിലെ വ്യാപകമായിട്ട് വൈദ്യുതി മേഖലയെക്കുറിച്ചാണ് പൊതുജനം സംസാരിക്കുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്, കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല. കാരണം വൈദ്യുതി മുടങ്ങുന്നത് രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ മറ്റ് വർണ്ണങ്ങളോ നിറങ്ങളോ നോക്കിയിട്ടല്ല. അത്തരത്തിലല്ല വൈദ്യുതിയുടെ മുടക്കം ബാധിക്കുന്നത്. പൊതുജനത്തെ സമ്പൂർണമായി അത് ബാധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികളുണ്ടെന്നുള്ള സത്യം പൊതുസമൂഹം പലപ്പോഴും വിസ്മരിക്കുന്നു. ഈ തൊഴിലാളികളെന്ന് ഞങ്ങൾ പറയുന്നത് ഫീൽഡിൽ പണിയെടുക്കുന്ന ഈ കൊടും ചൂടിനെ പോലും വകവയ്ക്കാതെ, അതിന് കനത്ത പേമാരിയാണെങ്കിൽ അങ്ങനെ, പ്രളയമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചൂടാണ്. അതായത് നിങ്ങൾക്കറിയാം, 40 ഡിഗ്രിയിലധികം ചൂടുള്ള പാലക്കാട് അടക്കം മേഖലകളിൽ പണിയെടുക്കുന്നത് ഫീൽഡിലാണ് ഈ തൊഴിലാളികൾ. അത് സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന ആഘാതം, ഈ തൊഴിലാളികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പലരും മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളോ അത്തരം കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് പ്രസ്താവനകൾ ഇറക്കുന്നത്. അതിൽ ഒന്നാണ്, ഇപ്പോൾ വൈദ്യുതി മുടക്കം, എവിടെയെങ്കിലും വൈദ്യുതി മുടങ്ങിയാൽ ആ വൈദ്യുതി മുടങ്ങുന്നത് ഇത്ര സമയത്തിനുള്ളിൽ പരിഹരിക്കണം. അത് പരിഹരിക്കാത്ത പക്ഷം ഇത് പരിഹരിക്കാത്തതിൻ്റെ പിഴ ചുമത്തപ്പെടുന്നത് തൊഴിലാളികളുടെ മേലാണ്. അത് എങ്ങനെ വൈദ്യുതി മുടങ്ങി അതൊന്നും ആരും അറിയുന്നില്ല. ഇപ്പോൾ ഓവർലോഡാണോ, പീക്ക് സമയത്താണോ, അല്ലെങ്കിൽ ഷോർട്ടേജ് കൊണ്ടാണോ, ഇതൊന്നുമല്ല. ഇനി കാറ്റടിച്ചാണോ, മഴ കാരണമാണോ, ഇതൊന്നുമല്ലാതെ വൈദ്യുതി മുടക്കമുണ്ടായാൽ ആ മുടക്കം സ്വാഭാവികമായിട്ടും ആ മുടക്കത്തിൻ്റെ കാരണം തൊഴിലാളികളാണ്, അല്ലാതെ ഇവിടുത്തെ നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെതല്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മെയിൻ്റനൻസിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല. ഇത്തരത്തിൽ വളരെ വികലമായ ചില തീരുമാനങ്ങൾ എടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ KSEB മാനേജ്മെന്റിന് നൽകുകയും മാനേജ്മെന്റ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, തൊഴിലാളികൾ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയം മറന്ന് അത് INTUC, CITU, AITUC തുടങ്ങിയ മുഴുവൻ തൊഴിലാളി സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് വൈദ്യുതി മേഖലയിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് അതിശക്തമായൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ മാർച്ച് ഇത്തരത്തിൽ തൊഴിലാളികളെ ബാധിക്കുന്ന, ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരം ആപ്പ് ഇറക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ പ്രതിഷേധത്തിൽ മുഴുവൻ തൊഴിലാളികളും രാഷ്ട്രീയം മറന്ന് ഇന്ന് ഇവിടെ ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. ഈ മാർച്ച് വിജയിപ്പിക്കുവാനും ഈ സമരത്തിന് മുഴുവൻ പിന്തുണയും പൊതുസമൂഹം നൽകണമെന്നുമാണ് INTUCയുടെ ഭാഗമായിട്ട്, INTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇവിടെ KSEBയിലെ കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് INTUC അഫിലിയേറ്റഡ് സംഘടന എന്ന നിലയിൽ ആ സംഘടനയും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ പേരുടെയും ഒരു സഹകരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. തൊഴിലാളികൾ ഒറ്റക്കെട്ടായി സമരവുമായി മുന്നോട്ട്, സമരവുമായി മുന്നോട്ട്. സ്ഥാപന വിരുദ്ധ തൊഴിലാളി വിരുദ്ധ, സ്ഥാപന വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടനെ തിരുത്തിയില്ലേൽ, നയങ്ങളുടനെ തിരുത്തിയില്ലേൽ സമരത്തിന്റെ കരുത്തുകൂട്ടും, സമരത്തിന്റെ കരുത്തുകൂട്ടും. തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, സംയുക്ത സമരസമിതി സിന്ദാബാദ്, സംയുക്ത സമരസമിതി സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്. കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ കുറെ
നാളുകളായി റെഗുലേറ്ററി കമ്മീഷൻ എടുക്കുന്ന നിലപാടുകൾ ഓരോന്നും KSEB എന്ന പൊതുമേഖലയെ തകർക്കാനുള്ള നടപടിയാണ് വൈദ്യുതി ബോർഡിനെ ഏതു തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ബാധിച്ചെന്ന് അധികാരികളെ ഓർക്കുക നിങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ് റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസ് മാർച്ച് സിന്ദാബാദ് സംയുക്ത സമരസമിതി സിന്ദാബാദ് വൈദ്യുതി ബോർഡിനെ സാമ്പത്തികമായി തകർക്കാനുള്ള നിലപാടുമായി റെഗുലേറ്ററി കമ്മീഷൻ ഒരുമ്പെടുമ്പോൾ അരുതെന്നുറക്കെ പറയാൻ തൊഴിലാളിക്ക് മുന്നോട്ട് വെയിലും മഴയും നോക്കാതെ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി CITയുടെ ദേശീയ സെക്രട്ടറി ബഹുമാന്യനായ സഖാവ് KN ഗോപിനാഥിനെ ഏറെ ആദരപൂർവ്വം ചെയ്തു. വൈദ്യുതി ബോർഡിലെ സംയുക്ത തിരുവനന്തപുരത്ത് അപ്രൂവ് ചെയ്തു നടക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസ് മാർച്ചിന്റെ അധ്യക്ഷൻ കേരള LCT വർക്കേഴ്സ് ഫെഡറേഷൻ ATCയുടെ ജനറൽ സെക്രട്ടറി സഖാവ് MM ഫിറാസ്, ഇവിടെ സമരത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു സമരം അനിവാര്യമാക്കിയതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് ഹരിലാൽ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി സഖാവ് കമല കരീം, അദ്ദേഹം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആവുക മാത്രമല്ല ഉത്തരാഖണ്ഡിൽ ഇന്നലെ കളക്ടറേറ്റിൽ കുത്തിയിരുന്ന് തൊഴിലാളികളുടെ സമരത്തെ നയിക്കാൻ പോകുന്നതാണ്. ആ നടപടിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യം. LCT ബോർഡിലെ ജീവനക്കാരായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഹരിലാലിന്റെയും അതുപോലെ ഷിറാസിനെയും INTUCയുടെ പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രദീപ് നെയ്യാറ്റിങ്കരെയും എല്ലാവരും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കേരള ഗവൺമെന്റിന്റെ ഒരു ഉൽപ്പന്നമല്ല. റെഗുലേറ്ററി കമ്മീഷൻ 1998 ഇലക്ട്രിസിറ്റി റെഗുലേഷൻ ആക്ടിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം എന്നുള്ളത് ഉപേക്ഷിച്ചുകൊണ്ട് ഇന്റർമീഡിയറി സംവിധാനം രൂപപ്പെടുന്നതിനാവശ്യമായി റെഗുലേറ്ററി സംവിധാനങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അങ്ങനെയാണ്, LCT റെഗുലേറ്ററി അതോറിറ്റി അങ്ങനെയാണ്. അങ്ങനെ ദേശീയാടിസ്ഥാനത്തിലുള്ള ഈ അതോറിറ്റികളെല്ലാം ഒരു ഓട്ടോണമസ് ബോഡി എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഈ സ്ഥാപനങ്ങൾ
പൊതുവെ ഇതപര്യന്തം സ്വീകരിച്ചിരുന്ന നടപടികൾ ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിലും എൽസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ഒരു വഴി സുഗമമായി വെട്ടിത്തുറക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ റെഗുലേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്നുള്ള ഒരു ദൗത്യമായി സ്ഥാപനം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അവരുമായിട്ട് അദാലത്തുകൾ സംഘടിപ്പിക്കുക, എലക്ട്രിസിറ്റി ബോർഡിനെ തള്ളിപ്പറഞ്ഞ്, ഇൻഷുറൻസിനെ തള്ളിപ്പറഞ്ഞ് അവർ പ്രത്യേകമായി ഒരു ജനകീയ വാക്താക്കളായി പൊതുവെ രംഗത്ത് വരികയും അതിന്റെ മറവിൽ യഥാർത്ഥത്തിൽ ഈ സ്വകാര്യവൽക്കരണം എന്നുള്ളത് തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് തീർച്ചയായും അനുഭവങ്ങളാണ്. പബ്ലിക് സെക്ടർ അസറ്റുകൾ റൂട്ട് ചെയ്യുന്നതിന് ദേശീയ ആസ്തി വിൽപ്പനയുടെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള നീതി ആയോഗാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതുവരെ ആസൂത്രണ കമ്മീഷൻ അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ആസൂത്രണ കമ്മീഷൻ വാർഷിക ചെലവുകളും അതുപോലെ തന്നെ വരുമാനവും റെഗുലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനമായിരുന്നു. പബ്ലിക് അസറ്റുകൾ റെഗുലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആസ്തി വിൽപ്പന ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലാണ്. തൊഴിലാളിക്ക് മുന്നോട്ട്, വെയിലും മഴയും നോക്കാതെ, വെയിലും മഴയും നോക്കാതെ തൊഴിലെടുക്കും ജീവനക്കാര്, തൊഴിലെടുക്കും ജീവനക്കാര് SOPയുടെ പേര് പറഞ്ഞ്, SOPയുടെ പേര് പറഞ്ഞ് സമ്മർദ്ദത്താൽ വലയ്ക്കുന്ന തൊഴിലാളി വിരുദ്ധ